ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുകയാണ്. ഇറാനിലെ സൈനിക നേതൃത്വം, റവല്യൂഷണറി ഗാർഡ്സ്, അവർ വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നു. അത് ഇസ്രായേലിന് നേരെ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ, ഒപ്പം തന്നെ ഹോർമോസ് കടലിടുക്കിൽ കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഏത് കപ്പലും അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തകർത്ത് കളയും, അതിനെ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനിലെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. യുദ്ധം 19ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സമാധാനം വളരെ വിദൂരതയിലാണ് എന്ന അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയാണ് കൊല്ലപ്പെട്ടത്. തൊട്ടുപിറകെ പ്രമുഖരായിട്ടുള്ള സൈന്യാധിപന്മാർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ 2 പ്രമുഖരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന, ഇപ്പോൾ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്ന അലി ലാറിജാനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഇറാന് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ രോഷം കൂടി പുറത്തു വരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ കാലഘട്ടത്തിലും അവിടെ മതപണ്ഡിതന്മാരെയും സൈനിക നേതൃത്വത്തെയും അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡ്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന മുഖ്യ കണ്ണിയായിട്ട് ഉണ്ടായിരുന്നത് അലി ലാറിജാനിയാണ്. അപ്പോൾ ഇവരുടെ ഇടയിലെ മുഖ്യ കണ്ണി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സൈന്യത്തിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷനുണ്ട്, മതപണ്ഡിതന്മാർക്കിടയിൽ കൺഫ്യൂഷനുണ്ട്. പക്ഷേ റവല്യൂഷണറി ഗാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ വിലമതിക്കുന്ന നേതാവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായിയെ വധിച്ചു ഇസ്രായേലും അമേരിക്കയും ചേർന്ന്. അതിന് പിറകെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഖമനായിയുടെ മകൻ മുസ്തഫ അലി ഖമനായിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു, അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടു. ഇപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ പാരാമിലിറ്ററി ഫോഴ്സ് ബസീജ് ഇതിൻ്റെ തലവനായിട്ടുള്ള ആളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സുലൈമാനി, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ളവർ ഇതേക്കുറിച്ച് ഈ യുദ്ധം നയിക്കുന്നതിന് ഏറ്റവും രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിരുന്നവരെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ ഖമനായിയും വധിക്കുമെന്നാണ്. എന്തായാലും ഇസ്രായേൽ അവരുടെ രോഷാഗ്നി, ഇറാൻ്റെ രോഷാഗ്നി അനുഭവിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങളായിട്ടുള്ള ജെറൂസലമിൽ, ടെല്ലവീവിൽ, തീരദേശ നഗരമായ ഹൈഫയിലടക്കം, പിന്നെ മധ്യ ഇസ്രായേലിലൊക്കെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. അതിൽ പലതും അയൺ ഡോം വെച്ച് തകർക്കുന്നുണ്ടെങ്കിലും ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ എടുത്ത് പ്രയോഗിക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. അത് ആകാശത്തൊരു 7 കിലോമീറ്റർ ഉയരത്തിൽ ഇസ്രായേലിലെ ചുറ്റും ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ പൊട്ടിച്ചിതറി പല 25-30 സ്ഥലങ്ങളിലായിട്ട് വീഴുന്നു. 80 സ്ഥലങ്ങളിൽ വരെ വീണതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിടരുത് എന്നുള്ള സ്ട്രിക്റ്റ് വാണിംഗ് ഉള്ളതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വലിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നില്ല. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നുള്ള രീതിയിൽ വന്ന പ്രചരണങ്ങൾ ഏതാണ്ടെന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ലാറിജാനിയും അതുപോലെ തന്നെ അവരുടെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ തലവനും കൊല്ലപ്പെട്ട ശേഷം പരസ്യമായി പത്രസമ്മേളനം നടത്തുന്ന പോലെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതിലെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസ്താവന വന്നതിനെ തുടർന്ന് ഒരു കാര്യം വ്യക്തമായി, ഇസ്രായേലി പ്രധാനമന്ത്രി ഇത്ര വലിയ അറ്റാക്ക് വന്നുകൊണ്ട് അത്യാവശ്യം ഒളിവിൽ പോയ അവസ്ഥയായിരുന്നു. അദ്ദേഹം പുറത്തു വന്ന് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു കമാൻഡ് സെൻറ്ററിൽ നിന്നുകൊണ്ട് ഈ നേതാക്കളെ തീർക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള വിഷ്വൽസ്, ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് നേരത്തെ ഒരു ഇസ്രായേലി പത്രത്തിൽ വന്ന ചിത്രമാണെന്ന പ്രചരണം വന്നതോടെയാണ് അദ്ദേഹം തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പ്രതികരിച്ചത്. അപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ഈ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
തത്സമയം പ്രത്യക്ഷപ്പെട്ടതോടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ തെറ്റാണെന്ന് ബോധ്യമായിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന ഹോർമൂസ് കടലിടുക്കിലെ കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തിലെ 20% എണ്ണയും പ്രകൃതിവാതകവും ചരക്കുകളൊക്കെ നീങ്ങുന്നത് ഈ 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇറാൻ അടയ്ക്കുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ അടുപ്പക്കാരായിട്ടുള്ള ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കപ്പലുകളെ കടത്തിവിടും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ബന്ധമുള്ള ഏത് കപ്പലും തങ്ങൾ തടയും, തകർത്ത് കളയുമെന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആശങ്ക പടർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ വരികയാണ്. പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ളതിന് ഇടയിലാണ് UAE പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ ഈദ്ഗാഹുകൾ ഉണ്ടാവില്ല. പല രാജ്യങ്ങളും ഈ തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഇല്ലെങ്കിൽ പോലും ഒരു സുരക്ഷയെ കരുതി പെരുന്നാളുകളൊക്കെ അവർ കുറച്ചും കൂടി കണ്ടെയ്ൻ ചെയ്താണ് നടത്തുന്നത്. UAE-യിൽ, അതുപോലെ തന്നെ ഖത്തറിൽ, കുവൈറ്റിൽ, സൗദി അറേബ്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ, ബഹ്റിനിലൊക്കെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആക്രമണത്തിൻ്റെ തോത് കുറവാണെന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളെ ഒരു പരിധി വിട്ട് ആക്രമിക്കേണ്ടതില്ല, അവിടെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കേണ്ടതില്ല എന്നാണ് ഇറാൻ്റെ നയം. എന്ന് മാത്രമല്ല, ഇറാന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 10,000-ഓളം കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരിക്കുന്നത്. 7,000-ഓളം കേന്ദ്രങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതിനെക്കുറിച്ചുള്ള ഇത് വരുമ്പോൾ തന്നെ അവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തിയെന്നുള്ള വലിയ ആരോപണമുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ ആക്രമണം നടന്നു. മരണസംഖ്യ ഇറാനിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ യുദ്ധത്തിനുള്ളിൽ ഏതാണ്ട് 1500-2000 ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിൽ നിരവധി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അതിനെതിരെയും ഇറാൻ കാര്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കും എന്നുള്ള ഭീഷണി മുഴക്കുന്നു ഇറാൻ. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകരാറ് സംഭവിച്ചതായി റിപ്പോർട്ട് വരുന്നുണ്ട്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അർഗാച്ചി പറഞ്ഞിരിക്കുന്നത് അവരുടെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം ഈ ബോംബുകൾക്കിടയിൽ, അവശിഷ്ടങ്ങൾക്കിടയിൽ കിടപ്പാണ്. അത് ഇനി വീണ്ടും കണ്ടെടുക്കണമെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ യുദ്ധം തീർന്ന ശേഷം മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ സുരക്ഷാ കൗൺസിൽ മേധാവ് ലാറി ജാനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് വൻ തിരിച്ചടി, പ്രതികാരം തീർക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ്, ഇറാൻ്റെ സൈന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനോൻ എന്ന അയൽ രാജ്യത്തേക്കും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ ബെയ്റൂട്ടിനടുത്ത് നടന്ന ആക്രമണത്തിൽ അവിടുത്തെ ഒരു വലിയ ഹോട്ടലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനോനിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേൽ ഇപ്പോഴും പതിക്കുന്നുണ്ട്. ഹെസ്ബുള്ള യഥാർത്ഥത്തിൽ ഗസയിലെ യുദ്ധത്തിൽ ഹെസ്ബുള്ളയ്ക്കെതിരെ വലിയ ഒരു അറ്റാക്ക് നടന്ന് അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതാണ്. അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ പ്രധാനപ്പെട്ട യോഗം നടക്കുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ് ലഭിച്ചതനുസരിച്ച് ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് അവരെ കൊലപ്പെടുത്തി എന്നാണ് അന്ന് വാർത്ത വന്നത്. പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, പേജർ ഘടിപ്പിച്ചിരുന്ന നെറ്റ്വർക്ക് സിസ്റ്റം ഹെസ്ബുള്ളയ്ക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് മൊബൈലിന് തുല്യമായി അവർ വാർത്തകൾ കൈമാറിയിരുന്ന നെറ്റ്വർക്കാണ്. അത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ മൊസാദ് ഫിറ്റ് ചെയ്യുകയും റിമോട്ടായിട്ട് ഇവരിത് ഓൺ ചെയ്ത സമയത്ത് 4000-നും 5000-നും ഇടയിൽ ഈ ഹെസ്ബുള്ളയുടെ നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്ന നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഇതായിരുന്നു. അതോടെ ഹെസ്ബുള്ള അടങ്ങിയെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുകയും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ ആക്രമിക്കുകയും ചെയ്തതോടെ
ഹെസ്ബുള്ള സ്ലീപ്പർ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേലിന് നേരെ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് ലെബനനിൽ കയറി ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ. അത് വ്യോമയുദ്ധം മാത്രമല്ല, അവർ കരയുദ്ധവും കൂടി നടത്തുന്നു. ഇസ്രായേലിൻ്റെ അയൽപക്കത്തുള്ള ലെബനനും തെക്കൻ ലെബനനിലെ പല പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഒപ്പം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇറാഖിലെ ഒരു ഭാഗത്ത് കുർദിഷ് മേഖലയിൽ അമേരിക്കയുടെ സൈന്യമുണ്ട്, ബേസുണ്ട്. അവിടേക്ക് ആക്രമണം, ഇർബിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ ആക്രമണം നടത്തി അവിടെ വലിയ തീ ഉയരുന്നതിൻ്റെയൊക്കെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. അമേരിക്ക തിരിച്ചടിക്കുന്നുണ്ട്, ഇറാനിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇറാൻ ഇതുപോലെ 19 ദിവസമായി ഈ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോ ഇസ്രായേലോ കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ അസ്വസ്ഥനാണ്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പെട്ടെന്ന് തീർക്കാൻ കഴിയുമെന്നും ഇവർ കീഴടങ്ങുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, പരമോന്നത നേതാക്കളെ കൊലപ്പെടുത്തിയാൽ, സൈന്യാധിപന്മാരെ കൊലപ്പെടുത്തിയാൽ, ഈ ഇറാഖിൽ സംഭവിച്ചതുപോലെ സദാം ഹുസൈൻ്റെ കാലത്ത് സദാം ഹുസൈനുമായിട്ടുള്ള ബന്ധം സൈന്യത്തിന് നഷ്ടപ്പെട്ടപ്പോൾ സൈന്യം 26 ദിവസം കൊണ്ട് തകർന്നതുപോലെ ഇറാനിലും സംഭവിക്കുമെന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അതുപോലെയുള്ള സൈന്യാധിപന്മാർ അടക്കമുള്ളവരെ ടാർഗറ്റ് ചെയ്ത് മൊസാദും അതുപോലെ തന്നെ CIA-യും രഹസ്യ വിവരങ്ങൾ ചോർത്തി ഇവരെവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്തിയാണ് ആക്രമണം നടത്തി അവരെ വധിച്ചത്. അതോടെ എല്ലാം തകരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ മുഹമ്മദ് ജഫേരി എന്ന നേരത്തെ IRGCയുടെ റവല്യൂഷണറി കൗൺസിലിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന മുഹമ്മദ് ജഫേരിയുടെ ഒരു യുദ്ധതന്ത്രം ഇറാനെടുത്ത് പയറ്റുകയാണ്. യുദ്ധതന്ത്രം ഇറാഖിൽ സംഭവിച്ചത്, സദാം ഹുസൈന് സംഭവിച്ചത് ഇറാനിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് മൊസൈക്ക് ആക്രമണ തന്ത്രം അവരുണ്ടാക്കിയത്. ഇറാനെ 31 പ്രവിശ്യകളായിട്ട്, ഒരു സൈനിക യൂണിറ്റുകളായിട്ട് പ്രഖ്യാപിച്ച് ഓരോ സൈനിക യൂണിറ്റിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവർ ഉണ്ടാക്കിയെടുത്തത്. ആ രീതിയിൽ പരമോന്നത നേതാക്കളും സൈനിക കമാൻഡും ഉന്നത കമാൻഡുകളൊക്കെ തകർക്കപ്പെട്ടാൽ ഏത് പ്രവിശ്യയ്ക്കും സ്വതന്ത്രമായി തീരുമാനമെടുത്ത് എതിരാളിയെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൊസൈക്ക് യുദ്ധതന്ത്രമാണ് അവർ എടുത്തത്. അതുകൊണ്ട് തന്നെ പരമോന്നത നേതാവും സൈന്യാധിപന്മാരൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ അതാത് പ്രവിശ്യകളിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കൻ ബേസിനെയൊക്കെ ആക്രമിക്കുന്ന തരത്തിൽ അവർ രംഗത്ത് വന്നു. അതിനെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഇറാൻ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല, പക്ഷേ ഇറാനെ തോൽപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ പ്രശ്നമാവുകയാണ്. എണ്ണവില വളരെ വലിയ രീതിയിൽ കൂടുന്നു. 50% വർധനവാണ് എണ്ണയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഏതാണ്ട് $157 ബാരലിന് എന്ന കണക്കിലായിരിക്കുന്നു. $70-75 നിന്ന് ഏതാണ്ട് ഇരട്ടിയിലേക്ക് പോയിരിക്കുന്നു. $100 ഇപ്പോൾ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ $100 നിന്ന് കയറി $150 അടുത്ത് വരെ എത്തുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെ കൂടി തടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വലിയ പ്രശ്നമുണ്ടാക്കും. അതിനിടയിൽ മിസൈൽ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തിട്ടുണ്ട് ഇറാൻ്റെ. അത് പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന് അടുത്താണ്. അപ്പം മിസൈലുകൾ അവിടെ നിന്ന് അയക്കുന്നത് തടയുക. ഒപ്പം തന്നെ ഇറാൻ്റെ 30-ലേറെ കപ്പലുകൾ തകർത്തതായിട്ടാണ് അമേരിക്ക അവകാശപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയുടെ 2500 മറീൻസ്, നാവികസേന, ഒരു പുതിയ യുദ്ധക്കപ്പലൊക്കെ കൂടി രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, US-ൻ്റെ ബേസുകൾ, അത് പ്രത്യേകിച്ച് ഖത്തറിലും കുവൈറ്റിലും സൗദിയിലും UAE-ലും ബഹ്റിനിലും ഒക്കെയുള്ള ബേസുകൾക്കൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. അപ്പോൾ അമേരിക്ക വിചാരിച്ചതിനേക്കാൾ അമേരിക്കയെ ട്രാപ്പിലാക്കുന്ന, കുടുക്കുന്ന ഒരു യുദ്ധതന്ത്രം ഇറാൻ പുറത്തെടുത്തിരിക്കുന്നു. അത് ഒരുപക്ഷെ വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടിക്ക് അത് വളരെ ദീർഘകാലമെടുത്താണ് തിരിച്ചടി ഉണ്ടായത്. ഇത് പക്ഷേ ഈ യുദ്ധ സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. അത് 2025 ജൂൺ മാസത്തിൽ ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ 12 ദിവസത്തെ ഏറ്റുമുട്ടലിൽ
ഇറാന് വലിയ കാര്യമായിട്ട് തിരിച്ചടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ഇറാൻ്റെ മിസൈലുകൾ ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളെയൊക്കെ ജാം ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു, അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ അവർ തന്ത്രം മാറ്റി ചൈനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയേഡ് എന്നുള്ള നാവിഗേഷൻ സിസ്റ്റം ആണ് അവർ ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ GPS സിസ്റ്റത്തിന് ഇതിനെ ഈ ഇറാൻ്റെ ഈ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റത്തെ ജാം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പലയിടത്തും ഇസ്രായേലിലൊക്കെ കൃത്യമായി വന്ന് പതിക്കുന്നു, ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നു, ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഇറാന് യഥാർത്ഥത്തിൽ എഴുതി തള്ളിയിരുന്നതാണ്. പക്ഷേ ഇറാൻ അവർക്ക് അവരുടെ പരമോന്നത നേതാക്കളൊക്കെ നഷ്ടപ്പെട്ടതോടെ വല്ലാത്ത പ്രതികാരദാഹത്തിൽ തിരിച്ചടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന തരത്തിൽ മുന്നോട്ട് പോകാനാണ് അമേരിക്കയൊക്കെ ശ്രമിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രങ്ങൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളെ, ചൈനയെ, ഇന്ത്യയെ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ, ആഫ്രിക്കയെ, കാനഡയൊക്കെ പിണക്കിയതിൻ്റെ വലിയ ഒരു തിരിച്ചടി ട്രംപ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ അമേരിക്കയ്ക്ക് സൈനിക ശക്തിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സഖ്യകക്ഷികളുടെ പിന്തുണ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ അവിടെ കാവലിന് അല്ലെങ്കിൽ മറ്റേ വാണിജ്യ കപ്പലുകളെ അകമ്പടി സേവിക്കാൻ കപ്പലുകൾ വിട്ടു നൽകണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട്, അതുപോലെ തന്നെ ജപ്പാനോട്, ജർമ്മനിയോടൊക്കെ, ചൈനയോടടക്കം ആവശ്യപ്പെട്ടിരുന്നു ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ചൈന അത് നിഷേധിച്ചു. എന്ന് മാത്രമല്ല, ചൈനീസ് ആയുധങ്ങളും റഷ്യൻ ആയുധങ്ങളും അവരുടെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഒരുപക്ഷെ അവർ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിലും റഷ്യയുടെയും ചൈനയുടെയും ഒരു പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ യുദ്ധം മുന്നോട്ട് പോകും തോറും ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നു. എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പാചകവാതകം കിട്ടാനില്ല. പ്രകൃതിവാതകത്തിന് ഷോർട്ടേജ് വരുന്നു. അപ്പോൾ ഈ ഗൾഫ് മേഖലയാകെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് വല്ലാതെ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് മലയാളികളാണ് അവിടെയുള്ളത്. ഇന്ത്യക്കാർ 1 കോടിയിൽ പരം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയെയും പ്രത്യേകിച്ച് കേരളത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ആകെയുള്ളത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ആക്രമണം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഏക ആശ്വാസം. അപ്പോൾ ജീവന് ഭീഷണിയില്ല. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, എണ്ണ വരാതിരുന്നാൽ പല സ്ഥലത്തും നിർമ്മാണം, പ്രൊഡക്ഷൻ ഇല്ലാതാവും. ആ പ്രൊഡക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ പല കമ്പനികളും ഒരുപാട് ജീവനക്കാരെ തൽക്കാലത്തേക്കെങ്കിലും അവർ ലേ ഓഫ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് അയക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരുപാട് മലയാളികൾ തിരിച്ചു വരുമെന്ന ആശങ്കയുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ച് യുദ്ധം തീരുമ്പോൾ പോകാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനം തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലത്ത് ഇങ്ങനെ ഒരു വിദേശികളുടെ, നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികളെ താങ്ങി നിൽക്കുന്ന ഗൾഫ് മേഖലയിൽ നിന്ന് ഒരുപാട് മലയാളികൾ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പോൾ യുദ്ധം നമ്മുടെ വീട്ടുവാതിക്കൽ എത്തിയിരിക്കുന്നു. അടുക്കളയിൽ തന്നെ പാചകവാതം കിട്ടാതെ അടുക്കളയെ തന്നെ ബാധിച്ചിരിക്കുന്നു. ഹോട്ടലുകൾ, ആയിരക്കണക്കിന് ഹോട്ടലുകൾ അടച്ചിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന് പിറകെയാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരേണ്ടി വരാവുന്നൊരു അവസ്ഥ. അത് ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയാണുള്ളത്. യുദ്ധം ആദ്യം 30 ദിവസം കൊണ്ട് തീരുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പിന്നെ 60 ദിവസം എന്ന് പറഞ്ഞു. പിന്നെ 100 ദിവസം നീണ്ടു നിന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 19 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ലോകക്രമത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയും സംഘർഷവും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ട്രംപിനെ പോലുള്ള ആൾക്കാർ അവരുടെ ബേസുകളിലേക്ക് ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ലോക്ഹീഡ് മാർട്ടിനെ പോലെ, RTXനെ പോലുള്ള ലോകത്തെ വമ്പൻ ആയുധ കമ്പനികളോട് 4 ഇരട്ടിയാക്കി ഉൽപ്പാദനം കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഉൽപ്പാദനം കൂടി കൂട്ടുന്നതോടെ സ്വാഭാവികമായിട്ടും യുദ്ധം കൂടുതൽ കനക്കാനാണ് സാധ്യത. എന്ന് മാത്രമല്ല, ട്രംപ് അടക്കമുള്ള നേതാക്കൾക്ക് ഒരുപക്ഷെ ഇതൊരു ചാകരയായിരിക്കും. കാരണം ഇതിനൊക്കെ ആയുധ കമ്പനികളൊക്കെ രാഷ്ട്രീയ നേതാക്കളെ, വലിയ നേതൃത്വത്തിലുള്ളവരെയൊക്കെ സ്വാധീനിക്കാൻ ശതകോടികൾ കമ്മീഷനായി നൽകുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആയുധ കമ്പനികളുടെ കൂടി ആവശ്യമാണ് ഈ തരത്തിലുള്ള യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്കാണ്,
സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഈ 19 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ 165 പിഞ്ച് പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അമേരിക്ക തെറ്റി ടോമഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വീടിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം വഴിതെറ്റി വന്ന് ആ സ്കൂളിലേക്ക്, പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ പതിക്കുകയും 165 കുട്ടികൾ കൊല്ലപ്പെട്ടതിൻ്റെ സങ്കടകരമായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ ആശങ്ക ഗൾഫ് മേഖലയെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ.